2014 മോദി ജയിച്ചതിന് ശേഷം അദ്ദേഹം ഹഫിംഗ്ടൺ പോസ്റ്റിൻ്റെ ബ്ലോഗിൽ ഒരു ലേഖനം എഴുതി. മോഡി 2.0 എന്നായിരുന്നു അതിൻ്റെ ഒരു സബ് ഹെഡിങ്. അതായത് ഗുജറാത്ത് കലാപകാലത്ത് മോദിക്കുണ്ടായിരുന്ന പ്രതിച്ഛായയല്ല അദ്ദേഹം 2014 ജയിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ പ്രതിച്ഛായ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും? അദ്ദേഹം പ്രസംഗിച്ചല്ലോ, അതായത് വോട്ട് ചെയ്തവർക്ക് വേണ്ടി മാത്രമല്ല, വോട്ട് ചെയ്യാത്തവർക്ക് വേണ്ടി കൂടി ഞാൻ ഭരിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. അതൊരു പുതിയ മോദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സബ്കെ സാത്ത് സബ്കെ വികാസ് എന്ന് പറഞ്ഞുകൊണ്ട് മോദി ഒരു പുതിയ മനുഷ്യനായി, പുതിയ ഭരണാധികാരിയെ അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. ഹഫിംഗ്ടൺ പോസ്റ്റ് അറിയാൻ ഒരു അന്താരാഷ്ട്ര മാധ്യമമാണ്. അതായത് മോദിയെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആ സമയത്തും അദ്ദേഹം ജയിക്കുമ്പോൾ പോലും സംശയത്തോടെ നോക്കിക്കൊണ്ടിരുന്നൊരു സമയത്താണ് മോദി 2.0 എന്ന് പറഞ്ഞൊരു പുതിയ രീതിയിൽ അദ്ദേഹം ഹഫിംഗ്ടൺ പോസ്റ്റിൽ അവതരിപ്പിക്കുന്നത്. അതിനെ തുടർന്ന് അദ്ദേഹം പിന്നീട് തൊട്ടുടനെ തന്നെ സ്വച്ഛ് ഭാരത് അഭിയാൻ വരുന്നു. ആ വർഷം തന്നെയാണെന്ന് തോന്നുന്നു. സ്വച്ഛ് ഭാരത് അഭിയാനിൽ അദ്ദേഹം പങ്കെടുക്കാൻ തീരുമാനിക്കുന്നു. അതും കോൺഗ്രസിനോടൊന്നും ആലോചിക്കാതെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഹഫിംഗ്ടൺ പോസ്റ്റ് ലേഖനം എഴുതുമ്പോഴും ഈ സ്വച്ഛ് ഭാരതിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ വക്താവാണ്, ഒഫീഷ്യൽ സ്പോക്ക് പേഴ്സണാണ്. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ പരാതിയെ തുടർന്ന് വക്താവ് സ്ഥാനത്ത് മാറ്റി. അതാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ വക്താവല്ല എന്ന് പറയുന്നത്. വക്താവ് സ്ഥാനത്ത് മാറ്റി. പിന്നീട് അദ്ദേഹം ഒരിക്കലും ഒഫീഷ്യലി കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച മാധ്യമങ്ങളോട് സംസാരിക്കാനുള്ള ചുമതല അദ്ദേഹത്തിന് ഇല്ല. നമ്മൾ വീണ്ടും ഈ 2014 വേറെ പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. 2014 മോദി അധികാരത്തിൽ മാത്രമല്ല ചെയ്തത്. ജനുവരിയിൽ 2014 ജനുവരിയിലാണ് സുനന്ദ പുഷ്കർ മരിക്കുന്നത്. ആ മരണം ഇപ്പോഴും തെളിയിക്കപ്പെടാത്ത ഒരു മരീചികയാണ്. അവർ ആത്മഹത്യ ചെയ്തതാണോ, അവരാരും കൊന്നതാണോ, അവർക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പോസ്റ്റ്മോർട്ടം ചെയ്ത സുധീർ ഗുപ്ത എന്ന് പറഞ്ഞ ഡോക്ടർ പിന്നീട് എൻ്റെ മേൽ സമ്മർദ്ദം ഉണ്ടായിരുന്നു. എയിംസിലെ ഡോക്ടറാണ്, റിപ്പോർട്ട് തിരുത്താൻ സമ്മർദ്ദം ഉണ്ടായിരുന്നു, അയാൾ വിളിച്ചു പറഞ്ഞാണ്. അതിനുശേഷം മോദി സർക്കാർ വരുമ്പോൾ ഈ കേസ് എന്താവുമെന്ന് എല്ലാവരും നോക്കി നിൽക്കുന്നു. കേസ് ആത്മഹത്യയാണ് എന്ന് ഡൽഹി പോലീസ് കണ്ടെത്തുന്നു. അതിന് മുമ്പ് തന്നെ ഡൽഹി പോലീസ് കമ്മീഷൻ പറഞ്ഞത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് പറഞ്ഞതാണ് അദ്ദേഹം മാധ്യമങ്ങളോട്. ആത്മഹത്യയാണെന്ന് കണ്ടെത്തുന്നു. അതിലേക്ക് ശശി തരൂരിനെ കുറ്റം ചാർത്തുന്നു. ഇനി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം നമ്മൾ ആലോചിച്ച് നോക്കുക. എല്ലാ കാലത്തും അതിനുശേഷം അദ്ദേഹം കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടാണ് പലപ്പോഴും എടുത്തിട്ടുള്ളത്. അദ്ദേഹം തന്നെ വിശദീകരിക്കുന്ന പറയാൻ അദ്ദേഹം എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം കോൺഗ്രസിനെതിരെ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. ഈ കാലഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം BJPക്കെതിരെയും RSSനെതിരെ സംസാരിക്കുന്നുണ്ട്, പാർലമെൻറ്റിൽ പ്രസംഗിക്കുന്നുണ്ട് സർക്കാരിനെതിരെ. CA പ്രൊട്ടസ്റ്റ് കാലത്ത് അദ്ദേഹം CA എന്നുള്ള നിയമത്തിനെതിരെ പാർലമെൻറ്റിലും പുറത്തും അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം എവിടെയെങ്കിലും മോദിയെ വിമർശിക്കുന്നത് കേട്ടിട്ടുണ്ടോ? അതായത് രാഹുൽ ഗാന്ധി മോദി എന്ന രാഷ്ട്രീയ നേതാവിനെ മോദി എന്ന് വിളിച്ച് തന്നെ ആക്രമിക്കുകയാണ് രാഷ്ട്രീയമായി. തരൂർ എവിടെയെങ്കിലും അങ്ങനെ മോദി പ്രശ്നമാണെന്ന് പറയാറില്ല അദ്ദേഹം.